ഇന്നത്തെ മോർണിംഗ് ഒന്ന് ഉഷാറാക്കാനായിട്ട് ഞാൻ ഇന്നുണ്ടാക്കിയ ചായ എന്ന് പറയുന്നത് കാരമൽ ടീ ആണ് കേട്ടോ. പേരിലാണ് ആഡംബരമുള്ളത്. സംഭവം ഉണ്ടാക്കാനായിട്ട് അത്ര വലിയ പാടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. പിന്നെ മാത്രമല്ല, ഡെയിലി ഒരേ ടൈപ്പിലുള്ള ചായ കുടിച്ച് മടുത്തു എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ചായയും കൂടി ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കുക. അതെല്ലാവർക്കും അറിയാവുന്ന പ്രോസസ്സാണ്. പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നതിന് നമ്മൾ തീ നന്നായിട്ട് കുറച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കുക. അപ്പം ആ ഒരു ലോ ഫ്ലെയിമിൽ കുറേ നേരം നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് പഞ്ചസാരയുടെ കളർ, ആ വെള്ള കളർ മാറിയിട്ട് ഒരു ബ്രൗൺ നിറത്തിലോട്ട് വരും. കുറേ കഴിയുമ്പോൾ അതൊരു കുറുകിയ ഒരു പരുവത്തിൽ വരും. അതാണ് ഈ പഞ്ചസാര കാരമലൈസ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ്. ഏകദേശം നമ്മുടെ പഞ്ചസാര ഇങ്ങനെ കാരമലൈസ് ആയിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെ നന്നായിട്ട് ആ മുഴുവനുള്ള പഞ്ചസാര തരികളും കാരമലൈസ് ആകുന്ന വരെ തന്നെ ഇടയ്ക്കിന് തീ കൂട്ടാനൊന്നും പാടില്ല. അതേ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം നന്നായിട്ട് നമ്മുടെ പാത്രത്തിലൊക്കെയുള്ള പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽട്ടായിട്ടുണ്ടാവും. അതിന് ശേഷം നമ്മൾ ചായക്കുള്ള വെള്ളം നമ്മൾ അതിലോട്ട് ഒഴിച്ച് വെക്കുക. എത്രയാണോ നമുക്ക് ആവശ്യം, നമ്മൾ ഇനി ഇതിലോട്ട് പാലും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ വെള്ളം നമ്മൾ അതിലോട്ട് കുറച്ച് ചേർക്കുക. പിന്നെ ഈ വെള്ളം തിളച്ച് റെഡിയാകുമ്പോഴത്തേനും നമ്മൾ ഇതിൽ ചേർക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. അപ്പോൾ ഈ കാരമൽ ചായയുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പട്ടയും ഗ്രാമ്പൂവും അതുപോലെ തന്നെ ഏലക്കയുമാണ്. അപ്പോൾ പട്ടയും ഗ്രാമ്പൂവും ഏലക്കയും, അതിൻ്റെ ഒപ്പം ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ ഈ ഏലക്കയുടെ ആ തൊണ്ട് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. പകരം ഞാൻ അതിൻ്റെ ഉള്ളിലുള്ളൊരു കുരു ഉണ്ടല്ലോ, ആ കുരുവാണ് ഞാൻ സാധാരണ എടുക്കുക. പക്ഷേ തൊണ്ട് അതിലിട്ടത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഞാൻ ആ തൊണ്ട് ഇങ്ങനെ മാറ്റിയിട്ടാണ് ചെയ്യുക, കുരു മാത്രമാണ് എടുക്കുക. അപ്പം ഇതാ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ചതച്ചങ്ങോട്ട് എടുക്കുക. അപ്പോൾ ചതച്ചെടുത്ത ശേഷം വെള്ളം തിളച്ച് വരുമ്പം നമ്മുടെ ഈ ചതച്ചെടുത്ത് അതിലോട്ട് ഇടുക. അപ്പോൾ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങും. അതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മുടെ പാല് തിളപ്പിക്കുക. പാല് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ പാലും ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യാം, നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പം ഈ ചായയുടെ രുചിയുടെ കൂട്ടുന്ന സംഭവം എന്ന് പറയുന്നത് തന്നെ ഈ പ്രോസസ്സാണ്. ചായ എത്ര നമ്മൾ ആറ്റിയെടുക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കാരമൽ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കാനില്ല. അപ്പം ഇടയ്ക്കൊക്കെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന സംഭവമാണ്. പിന്നെ മാത്രമല്ല,